ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു സ്പൈസി മസാല മീൻ കറി വെക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് പോയി നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വേഗം വായോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ നല്ല പടക്കണ മത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മത്തിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയില്ലേ? പണ്ടല്ല കുറച്ച് നാൾ മുന്നേ വരെ കുഞ്ഞമത്തിന് നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ തൊട്ട് നമുക്ക് നല്ല പലിഞ്ഞീൻ, നമ്മളിവിടെ പലിഞ്ഞീൻ എന്നാട്ട് പറയാം, മീൻമുട്ട അങ്ങനെ ആയിട്ടുള്ളൊരു സീസണായില്ലേ മീനുകൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു ചാള അല്ലെങ്കിൽ മത്തിനെ നമ്മൾ എന്നിട്ട് എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫിഷ് ക്ലീൻ ചെയ്യണതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടാ നോക്കി എന്തും നല്ല ഭംഗിയിലാണ് അതിൻ്റെ മീൻമുട്ട അതിലിരിക്കണേ. നമുക്കിനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് കളറൊക്കെ ഒന്ന് നന്നായിട്ട് കളയണം. അല്ലെങ്കിൽ എന്തോ വയറിന് എന്തൊക്കെ പ്രശ്നം പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്കിതിനായിട്ടും വന്നിട്ടില്ല. നിങ്ങളൊക്കെ നന്നായി കഴുകാം, ഞാനിവിടെ കഴുകുന്നുണ്ട് കേട്ടോ. ഞാൻ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള കുറച്ച് സ്പൈസസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മസാല, കുഞ്ഞൊരു മസാല ഉണ്ടാക്കണ്ടേ നമുക്ക്. എല്ലാ പ്രാവശ്യം നമ്മൾ മീൻ എങ്ങനെയുടെ കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് സാധാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ വെക്കുക, അല്ലെങ്കിൽ നാളികേരം അരച്ചൊഴിച്ചിട്ടാണ് വയ്ക്കുക. ഇത് അങ്ങനെ ഒന്നല്ല കേട്ടോ. ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, കറിവേപ്പിൻ്റെ ഇല, കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. ഞാനിവിടെ പൊടിയാണ് ഇടുന്നത്. അത് കാരണം അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് അത് നീക്കി വെച്ചിട്ട് ഒരു അടികട്ടിയ ഒരു പാത്രം, അല്ലെങ്കിൽ നമുക്ക് സാധാ മീൻ ചട്ടി അതിലും വെക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ സ്പൈസസ്, അതായത് ചുവന്നമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇടണ്ട. അതിന് പകരം നമുക്കില്ലേ നല്ല പെരിഞ്ചീരകം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഗരം മസാല ഇടണമെങ്കിൽ കേട്ടോ. അപ്പോൾ വേറൊരു സ്പൈസി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റില്ലേ, അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കളയൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ട് അതിനൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പുളിക്ക് നമുക്ക് കുടപ്പുളിയാണ് ഇട്ടെടുക്കണേ. കോൽപ്പുളി പിഴിഞ്ഞൊഴിക്കണവർക്ക് ഒഴിക്കാം, പക്ഷെ നമുക്കിവിടെ കുടപ്പുളിയാണ് ഇഷ്ടം. കോൽപ്പുളി ഇവിടെ പിള്ളേർക്കായാലും അഭ്യർത്ഥനയിലും ഒന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ തക്കാളി ഇട്ടുള്ള കാരണം അത്യാവശ്യം പുളി ഉണ്ടാവും, എന്നാലും പുളി എങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് എന്ന് വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മത്തികളെ, ഈ സമയം ഉപ്പ് നോക്കിക്കോളാം കേട്ടോ. ഉപ്പ് പിന്നെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അത് കാരണം കേട്ടോ, ഉപ്പ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ പലിഞ്ഞിലുള്ള മത്തിക്കുട്ടന്മാരെ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം അങ്ങോട്ടൊരു മണം വരും എൻ്റെ സാറേ. അതങ്ങോട്ട് മൂക്കിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ ചോറ് എടുത്ത് കൊണ്ടുവച്ച് കഴിക്കും. അത്രയും ബെറ്റർ ടേസ്റ്റ് ആട്ടാ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും, ഇപ്പം മീൻ മത്തിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്തായാലും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ഇതിൽ ഞാനിവിടെ ഫിഷ്, ഈ മത്തീനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു മസാലയും പിന്നെ ജസ്റ്റ് ഒന്ന് മത്തി ഫ്രൈന് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കാണാണ്ട് പോകരുത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇനി അഥവാ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്നും കൂടി ഒന്ന് പറഞ്ഞോളാം. അപ്പോൾ നോക്കിയാൽ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചിടുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിനൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. മൂടി വെച്ചിട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഈ കുത്തിളക്കേണ്ട പരിപാടി വേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീടിയിച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റിനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുത്തോ. ചിലർ കറി കാച്ചണവരുണ്ട്. നമുക്ക് കറി കാച്ചണ്ട, അതിന് പകരം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോ. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചാറ് ഇത്തിരി കൂടുതലായിരുന്നു, അപ്പോൾ നമുക്ക് അതിനൊന്നും കൂടി വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടാ. അപ്പോൾ നോക്കിയേ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കേ വേണ്ടുള്ളൂ. ചോറിൽ കൂടെയോ ചപ്പാത്തി കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൽ കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ നമ്മുടെ കുഞ്ഞാരുമാമ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവനോടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മേലേക്ക് കുറച്ച് സവാള മാത്രമാണ് ഇട്ട് കൊടുക്കണേ. നമ്മളിവിടെ മല്ലിയില വലിയ താല്പര്യമില്ല, ഉണ്ടെങ്കിലും ഞാൻ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കി ടച്ചിങ്സിന് ചേട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിടുത്തോണ്ട് പോകും, അത്രയും നല്ല ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഉണ്ട്, എന്നാലും ഇതിൻ്റെ മണമൊക്കെ അടിച്ചപ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കിയേ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അടുത്ത നമുക്ക് എന്നിട്ടാ മീൻ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലേ, അതേ സെയിം തന്നെ കേട്ടോ. എന്താ സാധാ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എങ്ങനെയറിയോ, ചാളര മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ മീനിനും അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഇല്ലേ. അപ്പോൾ അതൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക്, ഉപ്പ് മാത്രം പുരട്ടിയിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മളിവിടെ എയർ ഫ്രയർ ഉപയോഗിക്കും. എയർ ഫ്രയർ ഭയങ്കര കറണ്ട് ബില്ല. അപ്പോൾ അബിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി അത് മേലാക്കാൻ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയെന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇവിടെ ചാള ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.